കേരള സർവകലാശാലയിൽ VC രജിസ്ട്രാർ തർക്കം മുറുകുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി രജിസ്ട്രാർ KS അനിൽകുമാർ സമർപ്പിച്ച അവധി അപേക്ഷ വൈസ് ചാൻസലർ നിരസിച്ചു. സസ്പെൻഷൻ തുടരുന്ന ഉദ്യോഗസ്ഥന്റെ അവധി അപേക്ഷയ്ക്ക് പ്രസക്തിയില്ല എന്നാണ് ഡോക്ടർ മോഹനൻ കുന്നുമ്മലിന്റെ വാദം. എന്നാൽ താൻ സസ്പെൻഷനിലല്ലെന്ന് VCക്ക് രജിസ്ട്രാർ മറുപടി നൽകി. രജിസ്ട്രാറുടെ സസ്പെൻഷനെ ചൊല്ലി കേരള സർവകലാശാലയിൽ ഉടലെടുത്ത തർക്കം അസാധാരണ തലത്തിലേക്ക് നീങ്ങുകയാണ്. ദേഹാസ്വാസ്ഥ്യവും രക്തസമ്മർദ്ദത്തിലെ ഏറ്റക്കുറച്ചിലും ചൂണ്ടിക്കാണിച്ച് രജിസ്ട്രാർ KS അനിൽകുമാർ സമർപ്പിച്ച അവധി അപേക്ഷ വൈസ് ചാൻസലർ തള്ളി. രജിസ്ട്രാറുടെ ചുമതല പരീക്ഷാ കൺട്രോളർക്കോ കാര്യവട്ടം ക്യാമ്പസ് ജോയിന്റ് രജിസ്ട്രാർക്കോ നൽകണമെന്നും അപേക്ഷയിൽ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ സസ്പെൻഷനിൽ തുടരുന്ന ഉദ്യോഗസ്ഥന്റെ അവധി അപേക്ഷയ്ക്ക് എന്ത് പ്രസക്തിയെന്ന് രേഖപ്പെടുത്തി VC ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ അപേക്ഷ നിരസിച്ചു. തന്റെ സസ്പെൻഷൻ സിൻഡിക്കേറ്റ് റദ്ദാക്കിയതാണെന്നും അവധി അപേക്ഷ നൽകിയത് അനിശ്ചിതകാലത്തേക്കല്ലെന്നും രജിസ്ട്രാർ മറുപടി നൽകി. അതിനിടെ താൽക്കാലിക ചുമതല ഒഴിയും മുൻപ് രജിസ്ട്രാർ KS അനിൽകുമാറിനെ സർവകലാശാല ആസ്ഥാനത്ത് പ്രവേശിക്കുന്നതിൽ നിന്ന് ഡോക്ടർ സിസ തോമസ് വിലക്കി. സസ്പെൻഷൻ പിൻവലിക്കാത്ത സാഹചര്യത്തിൽ അനിൽകുമാറിന്റെ നടപടികൾ ചട്ടവിരുദ്ധമാണ്. ഇത് തുടർന്നാൽ അച്ചടക്ക നടപടികൾക്ക് വിധേയനാക്കുമെന്നും രജിസ്ട്രാർക്ക് അയച്ച നോട്ടീസിൽ VC മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സസ്പെൻഷൻ പിൻവലിച്ച സിൻഡിക്കേറ്റ് നടപടിയിൽ എതിർപ്പുണ്ടെങ്കിൽ നിയമന അതോറിറ്റിയെ സമീപിക്കാമെന്ന കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. എന്നാൽ വിലക്ക് മറികടന്ന് സർവകലാശാലയിൽ എത്താനാണ് അനിൽകുമാറിന്റെ തീരുമാനം. ഇതിനിടെ കഴിഞ്ഞ ദിവസം സർവകലാശാല ആസ്ഥാനത്ത് SFI നടത്തിയ പ്രതിഷേധത്തിനെതിരെ VC DGPക്ക് പരാതി നൽകി. പ്രതിഷേധത്തിൽ അറസ്റ്റിലായ SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് ഉൾപ്പെടെ 26 പേർ റിമാൻഡിലാണ്. എന്നാൽ ഗവർണർക്കും വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മലിനും എതിരെ ശക്തമായി പ്രതിഷേധം തുടരാനാണ് SFIയുടെ തീരുമാനം. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് വിദ്യാർത്ഥികൾ ക്ലാസ് മുറികളിൽ നിന്നിറങ്ങി മതേതരത്വത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും അതോടൊപ്പം തന്നെ കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയും സംരക്ഷിക്കാനുള്ള മുദ്രാവാക്യം ഉയർത്തി സമരം ചെയ്യും. ഇതിനിടെ ഗവർണറുടെ നീക്കങ്ങളെ അപലപിച്ച് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയും രംഗത്തെത്തി. BJP ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം NCERTയും അതുപോലെ ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിലെ വൈസ് ചാൻസലർമാരും ഒരു RSS നിലപാട് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കേരളത്തിൽ അങ്ങനെ ഒരു നിലപാട് ഐക്യകേരള രൂപീകരണത്തിന് ശേഷം അങ്ങനെ ഒരു നിലപാട് ഇപ്പോൾ സ്വീകരിക്കുന്നത് ഇപ്പോൾ ആദ്യമായിട്ടാണ്. അത് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കുന്നതിന് വേണ്ടി മാത്രമേ കഴിയുള്ളൂ. അതേസമയം ആരോഗ്യ മേഖലയിലെ പ്രതിസന്ധികളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഇടതുപക്ഷത്തിന്റെ ശ്രമമാണ് പ്രതിഷേധത്തിന് പിന്നിലെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ആരോപണം. സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റികളിൽ SFI നടത്തിയത് ഗുണ്ടായിസമാണ്. ആ ഗുണ്ടായിസത്തിന് സർക്കാരും പോലീസും കൂട്ടുനിന്നു. എന്തിനു വേണ്ടി ആർക്കെതിരായിട്ടാണ് ഇന്നലെ സമരം നടത്തിയത്? തർക്കത്തിൽ ചാൻസലർ കൂടിയായ ഗവർണറുടെ നടപടി എന്താകും എന്നതിലാണ് ഇനി ആകാംക്ഷ. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.